ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. കളങ്കാവൽ കലാശക്കൊട്ടും കഴിഞ്ഞ് ഇനി കൊടിയേറ്റമാണ് കാണാനുള്ളത്. നാളെ രാവിലെ 9 മണിയോടെ കേരള തിയേറ്ററുകളിൽ ഈ സിനിമ അഴിഞ്ഞാട്ടം തുടങ്ങാൻ പോവുകയാണ്. പ്രീ സെയിൽ അതിഗംഭീരമായിട്ടുള്ള ഒരു തരംഗമാണ്. പല എലക്ഷൻ്റെ ഫൈനൽ മണിക്കൂറുകൾ കാണുന്നത് പോലെ തന്നെയാണ് ഇന്ന് ഈ ഒരു സിനിമയുടെ ഫൈനൽ അവേഴ്സിലെ ബുക്കിങ്ങും അതിൻ്റെ കളക്ഷനും വന്നത്. ഒരു കുറി നമ്മൾ 3 കോടി വരെ എത്തും, അല്ലെങ്കിൽ 3.5 കോടി വരെ മാക്സിമം എത്തുമെന്ന് പറഞ്ഞ സിനിമ അതിൻ്റെയൊക്കെ മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യ ദിനത്തെ പ്രീ സെയിൽ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് കട്ട സപ്പോർട്ട് വേണം. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കുക കൂടെ വേണം. നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ കളങ്കാവൽ തിയേറ്ററിൽ വിടുമ്പോൾ നമ്മൾ 70,000 സബ്സ്ക്രൈബേഴ്സ് കടന്നിട്ടുണ്ടാകും. എന്താണേലും കളങ്കാവലിൻ്റെ വേൾഡ് വൈഡ് ഫസ്റ്റ് ഡേ പ്രീ സെയിൽ കളക്ഷൻ്റെ അപ്ഡേറ്റിലേക്ക് വരാം. അങ്ങനെ നോക്കുമ്പോൾ 4,79,00,000 രൂപയോളമാണ് ആദ്യ ദിനത്തെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് സിനിമയുടേതായി പുറത്തു വന്നിരിക്കുന്നത്. സിനിമ ഇന്ന് അല്ലെങ്കിൽ ഈ ഒരു അവസരത്തിൽ നേടിയിരിക്കുന്നത് 8 കോടിക്ക് മുകളിലാണ്. അത് ഫസ്റ്റ് വീക്കെൻഡ്, അതായത് ആദ്യ 3 ദിവസത്തെ വേൾഡ് വൈഡ് ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ഫൈനൽ പ്രീ സെയിൽ കളക്ഷൻ 8 കോടിക്ക് മുകളിൽ എന്നുള്ളതാണ് റിപ്പോർട്ടുകളിൽ വരുന്നത്. എന്താണെങ്കിലും നമുക്കിനി അതിൻ്റെ ആദ്യ ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ ഡീറ്റെയിലേക്ക് കടന്നു വരാം. കേരളത്തിൽ 2,25,00,000 രൂപയോളമാണ് എത്തിയിരിക്കുന്നത്. അതിനകത്തിൽ എടുത്തു പറയേണ്ടത് ഫ്രൈഡേ മാറ്റിനി എന്ന ഒരു പേജിൻ്റെ ആണ്. അവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ സിനിമകളുടെ റിവ്യൂ നടക്കുക അല്ലെങ്കിൽ കളക്ഷൻ ഡീറ്റെയിൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. അവിടെ ലഭിച്ചിരിക്കുന്നത് 2,24,81,000 രൂപയാണ്. അതിൽ നിന്ന് ഏകദേശം 19,000 രൂപയുടെ കൂടുതലാണ് മമ്മൂട്ടി കമ്പനി ഇട്ടിരിക്കുന്ന കണക്കുകൾ. അതുമാത്രമാണ്. ബാക്കി പലയിടത്തും നമുക്ക് 2,29,00,000 രൂപ എന്നൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു കാര്യത്തിൽ അത് കറക്റ്റായി തന്നെ വരുന്നു. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് സിനിമ നേടിയിരിക്കുന്നത് 43 ലക്ഷത്തോളം രൂപ എന്നുള്ളതാണ്. ഓവർസീസിൽ നിന്ന് 231K ഡോളറാണ് സിനിമ നേടിയത്. അതായത് 2,07,00,000 രൂപയോളമാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. മൊത്തം 4,79,00,000 രൂപയോളമാണ് സിനിമയ്ക്ക് പ്രീ സെയിലിലൂടെ നേടാൻ കഴിഞ്ഞത്. സെക്കൻഡ് ബിഗ്ഗസ്റ്റ് വേൾഡ് വൈഡ് അഡ്വാൻസ് കളക്ഷൻ മമ്മൂട്ടിക്ക് ലഭിച്ചിരിക്കുകയാണ്. ടർബോയുടെ തൊട്ട് പിന്നാലെ ടർബോ 5.5 കോടിയോളമാണ് നേടിയിരുന്നത്. എന്താണേലും അതിഗംഭീരമായിരിക്കുന്നു. ഈ വർഷത്തെ അല്ലെങ്കിൽ 2025 പ്രീ സെയിൽ റെക്കോർഡുകളിൽ 2ാം സ്ഥാനത്തും ഈ സിനിമ എത്തിയിരിക്കുന്നു. അതും മോഹൻലാലിൻ്റെ ബ്രഹ്മാണ്ഡ ചിത്രമായ ആ ഒരു എമ്പുരാൻ എന്ന സിനിമയ്ക്ക് തൊട്ട് താഴെയായിട്ട്. ഒപ്പം മോഹൻലാലിൻ്റെ തന്നെ മറ്റ് ഗംഭീര സിനിമയായ ഇൻഡസ്ട്രി ഹിറ്റടിച്ചിരുന്ന തുടരുമെന്ന സിനിമയുടെ മുകളിലേക്ക് ഈ സിനിമയുടെ കളക്ഷൻ എത്തുകയും ചെയ്തിരിക്കുന്നു. കളങ്കാവൽ എല്ലാം കൊണ്ടും അതിഗംഭീരമായിട്ടുള്ള പോക്ക് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തുടക്കം അതിമനോഹരവും അതിശക്തവും അതിഗംഭീരവുമായി എന്ന് തന്നെ പറയാം. ഇന്നലെ അല്ലെങ്കിൽ പ്രീ സെയിൽ ഫൈനൽ ഡേയിൽ വിറ്റുപോയത് അവസാന മണിക്കൂറിൽ 5,000-ന് മുകളിലുള്ള ടിക്കറ്റുകളായിരുന്നു. അവസാനം 3-4 മണിക്കൂറുകളിൽ അല്ലെങ്കിൽ 4-5 മണിക്കൂറുകളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് സ്റ്റഡിയായി 4,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിൽപ്പനയാണ്. ഫൈനലായി വന്നത് 46,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. എന്താണേലും 1,00,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ ഒഫീഷ്യലായി വിറ്റുപോയ കണക്കുകൾ പറഞ്ഞു. അതായത് ഏറെക്കുറെ നമുക്ക് 1.5 ലക്ഷം ടിക്കറ്റിനടുത്ത്, അതായത് 1,35,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയെന്ന് ട്രാക്കേഴ്സ് തന്നെ പുറത്ത് വിടുന്നു എന്നുള്ളതാണ്. നോർത്ത് ഇന്ത്യയിൽ സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ഒരു തിയേറ്റർ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. കളങ്കാവലിൻ്റെ നോർത്ത് ഇന്ത്യ മികച്ച് തന്നെ നിൽക്കുന്നു. അവിടെ നമുക്ക് പ്രീ സെയിലിലൂടെ 7.86, അതായത് 7,86,000 രൂപയോളമാണ് വന്നതായിട്ട് കാണാൻ കഴിയുന്നത്. അതായത് സെക്കൻഡ് ബിഗ് റിലീസ് തന്നെയാണ്. ടർബോയ്ക്ക് തൊട്ട് താഴെ നിൽക്കുന്ന ആ ഒരു റിലീസ് തന്നെയാണ്. പെൻ മൂവീസാണ് അവിടെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മികച്ച രീതിയിലുള്ള ഒരു തിയേറ്റർ കൗണ്ടും കാര്യങ്ങളുമൊക്കെ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. GCC രാജ്യങ്ങളിലും സിനിമയ്ക്ക് അതിഗംഭീരവും അതിശക്തവുമായിട്ടുള്ള ഒരു ബുക്കിംഗ് കാണാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ 70-ന് മുകളിലുള്ള ഷോകളാണ് ചെന്നൈയിൽ ചാർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 40-ന് മുകളിലുള്ള ഷോകൾ കോയമ്പത്തൂർ ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ടോട്ടൽ 180-ന് മുകളിലുള്ള ഷോകളാണ് തമിഴ്നാട് സെക്ടറിൽ നിന്ന് മാത്രമായി ഉള്ളത്. പ്രീ സെയിലിലൂടെ സിനിമയ്ക്ക് 10.26 ലക്ഷം രൂപ, അതായത് 10 ലക്ഷത്തിന് മുകളിലുള്ള വന്നു. അതായത് ഫൈനലായി വരുമ്പോൾ ഒരു പക്ഷേ അത് 15-18 ലക്ഷം രൂപയ്ക്ക് മുകളിലുണ്ടാകാം എന്നുള്ളത് തന്നെയാണ്. ഇതൊക്കെ നമുക്ക് ഏകദേശം 8-9 മണിക്കൂറിന് മുമ്പുള്ള കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ അവസാനമായി ലഭിച്ച കണക്കുകൾ പ്രകാരം നമുക്ക് കർണാടക അഡ്വാൻസ് സെയിലും 10 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. ഒരുപക്ഷെ ഫൈനലിൽ അത് 15 ലക്ഷമോ 20 ലക്ഷം രൂപ വരെ എത്താനുള്ള ചാൻസുകളുമുണ്ട്. അവിടെയും ടർബോയെ പിന്തള്ളി തന്നെയാണ് ഈ ഒരു സിനിമ മുന്നോട്ട് എത്തിയിരിക്കുന്നത്.
സിനിമയുടെ ആദ്യ അഭിപ്രായങ്ങൾ പുറത്തു വരുമ്പോൾ സിനിമയ്ക്ക് മികച്ച പ്രതികരണം തന്നെയാണ് വന്നിരിക്കുന്നത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, സാധാരണ ആളുകൾ പ്രതീക്ഷിക്കുന്ന പോലെ കുറേ ആളെ തല്ലിക്കൊന്ന് അതിനകത്തിൽ ചോരയും കുത്തിയൊഴിക്കുന്ന സിനിമയല്ല ഇത് എന്നുള്ളതാണ് ഏറ്റവും നല്ല അഭിപ്രായങ്ങളിൽ വന്നത്. ഇത് മമ്മൂട്ടിയുടെ പ്രകടനം തന്നെയാണ്, അല്ലാണ്ട് പലപ്പോഴും നമ്മൾ കാണുന്ന പോലെ ബ്രൂട്ടലായിട്ടുള്ള മർഡറും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നുമല്ല. എന്തായാലും ഇത് ഒരു എക്സ്പ്രഷൻ, ഫേഷ്യൽ എക്സ്പ്രഷൻ ഇന്നത്തെ നടന്മാർക്ക് അധികം ഇല്ലാത്ത, മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ നടന്മാർക്ക് മാത്രം ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയി നിൽക്കുന്ന ഒരു കാര്യം, അതുതന്നെയാണ് ഇതിലെ മമ്മൂട്ടിയുടെ മികച്ച ഒരു കാര്യവുമായിട്ടും കാണുന്നത്. അതായത് പല സീക്വൻസുകളിലും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മമ്മൂട്ടിയെ കാണും. അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ മറ്റൊരു റേഞ്ചിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. അതെല്ലാം തന്നെയാണ് ഇതിനകത്തിൽ ഏറ്റവും കൂടുതലായി പ്രതീക്ഷിക്കുന്നത്. ഒരുപാട് പേർ ഒരുപക്ഷെ ഇതേപോലെ ചോരയൊഴുകുന്നതും അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വയലൻസും പ്രതീക്ഷിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷ വെച്ച് സിനിമയ്ക്ക് കയറുകയേ വേണ്ട. അങ്ങനെയുള്ള ഒരു സിനിമയല്ല എന്നുള്ളതും അഭിപ്രായങ്ങളിൽ പുറത്തു വന്നിരിക്കുന്നു. എന്താണേലും മികച്ച പ്രകടനം കാണാനുള്ളവർക്കും നല്ലൊരു സിനിമ കാണാനുള്ളവർക്കും ഇതൊരു വിരുന്ന് തന്നെയായിരിക്കും എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന ആദ്യ റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു സിനിമയ്ക്ക് GCC രാജ്യങ്ങളിൽ മികച്ച ഒരു റിലീസ് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. UAE, ഒമാൻ, ഖത്തർ, കുവൈറ്റ്, ബഹ്റിൻ, സൗദി അറേബ്യ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ മിന്നുന്ന രീതിയിലുള്ള തിയേറ്ററുകളും അതിമനോഹരമായിട്ടുള്ള ആ ഒരു കളക്ഷനും ഇനീഷ്യലി തന്നെ കാണാൻ കഴിയുന്നു. ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ ഒരുപക്ഷെ കേരളത്തിന് മുകളിൽ നിൽക്കുന്ന കളക്ഷൻ തന്നെയാണ് ഒരു സ്ട്രോങ് പെർഫോമൻസിന് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മൂവിക്ക് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് നെഗറ്റീവ് ക്യാരക്ടേഴ്സിലേക്ക് മമ്മൂട്ടി എത്തുമ്പോൾ അത് വേറെ ഒരു തലത്തിലേക്ക് എത്തിക്കുക, അത് സ്ഥിരം പരിപാടി തന്നെയാണ്. അതും ഏറെ വ്യത്യസ്തത പുലർത്തുന്നു. മറ്റൊരു ഗംഭീരമായിട്ടുള്ള അഭിപ്രായം നമുക്ക് ഇവിടെ ലഭ്യമായത് വേറെയൊന്നുമല്ല, ഈ ഒരു സിനിമയ്ക്ക് ഹെവി ആയിട്ടുള്ള ഒരു കാര്യം, കേരള പ്രീ ട്രാക്ക് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടപ്പോൾ 1351 ഷോകളിൽ നിന്ന് 1,35,120 ടിക്കറ്റുകൾ വിറ്റുപോയെന്നും 33.22% ഒക്യുപ്പൻസിയിൽ 2,25,00,000 രൂപ നേടി എന്നുള്ളതുമാണ് സിനിമയുടെ കളക്ഷനായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. എന്താണേലും അതൊരു ഗംഭീരമായിട്ടുള്ള ഒരു തൂക്ക് എന്ന് തന്നെ പറയാം. ഇതുവരെ നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു റേഞ്ചല്ല, പ്രതീക്ഷയ്ക്ക് നേരെ ഡബിളായിട്ട് ആണ് കാണുന്നത്. പലരും ഇന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നത് വേറൊരു കാര്യം കൂടിയാണ്, ഓപ്പണിംഗ് ഡേ ഡബിൾ ഡിജിറ്റ് ആയിരിക്കും ഈ സിനിമയ്ക്ക് വരുന്നതെന്നുള്ളത്. അത് നിങ്ങൾക്ക് ഒന്ന് കമൻസിലൂടെ പറയാം, നിങ്ങൾ ആ റേഞ്ചിലേക്ക് പ്രതീക്ഷിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. മറ്റൊരു മികച്ച റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് കളങ്കാവലിൻ്റെ UAE GCC പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകളാണ്. അതായത് ഇന്ന് രാത്രി അല്ലെങ്കിൽ ഇന്നലെ രാത്രി 10 മണി വരെ ലഭിച്ചിരിക്കുന്ന ആ ഒരു റിപ്പോർട്ടുകൾ പ്രകാരം $235K മുകളിലായിട്ട്, അതായത് 2.1 കോടിക്ക് മുകളിൽ അവിടെ നിന്ന് മാത്രം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. കളങ്കാവലിൻ്റെ ഡ്യൂറേഷൻ മൊത്തം 2 മണിക്കൂർ 19 മിനിറ്റുകളാണ്. ഫസ്റ്റ് ഹാഫ് 58 മിനിറ്റും സെക്കൻഡ് ഹാഫ് 1 മണിക്കൂർ 20 മിനിറ്റുമാണ്. എന്താണേലും ഒരു മമ്മൂട്ടി മാജിക് നമുക്ക് ഇവിടെ കാണാം. വീഡിയോസ് ഇഷ്ടമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ആദ്യ അഭിപ്രായങ്ങളുമായി ആദ്യ മണിക്കൂറുകളിൽ നമുക്ക് കാണാം. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.